ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവ എനിക്കായി ഇറങ്ങി വന്നു. എന്തിനൊക്കെയാ? ഒന്ന്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ മനോഹരമായ ഒരു രംഗം കാണുന്നുണ്ട്. മരുഭൂമിയിൽ നീരുറവകളെ തുറക്കേണ്ടതിന് യഹോവ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. അച്ഛൻ സ്ത്രീകളെ കുറിച്ച് പ്രസംഗിക്കുന്നതുകൊണ്ട് നിങ്ങൾ ആരും എനിക്കെതിരെ വാട്സപ്പിൽ നാളെ ആരോപണം ഉയർത്തരുത്. കാരണം പറയാൻ പേടിയാ. ലേഡീസ് ഫസ്റ്റ് എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് ആരംഭിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. മരുഭൂമിയിൽ യഹോവ നീരുറവകളെ തുറക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നു. ആർക്കാണെന്ന് പറയാമോ? വേദപുസ്തകത്തിൽ പേര് വളരെ ശക്തമായിട്ട് പറയാൻ കഴിവില്ലാതിരുന്ന എ ട്രിപ്ലി ഒപ്രസ്ഡ് വുമൺ, സ്ലേവ് വുമൺ. ആരാണ്? ഹാഗാർ. അവൾ അറിയപ്പെട്ടത് അത്രയും ഹാഗാർ എന്ന ഒറ്റ ടൈറ്റിലല്ല, മറിച്ച് സാറായുടെ ദാസിയായ ഹാഗാർ, എ ഇൽ ട്രീറ്റഡ് സ്ലേവ് ഗേൾ. അവളെ ആരും സ്നേഹിച്ചിരുന്നില്ല, അവൾ ആരാലും സ്നേഹിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളത് വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. 2 ഓടിപ്പോക്ക് നടത്തിയവളാണ് ആര്? ഹാഗാർ. ഹാഗാറിന്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി എന്താണ്? ദാസിയായിരുന്നു. അവളുടെ യജമാനത്തി ഗർഭം വഹിക്കുവാൻ വഹിയാതിരുന്നപ്പം യജമാനത്തിയുടെ ആജ്ഞയ്ക്ക് ശിരസ് കുനിച്ചു കൊടുത്തവളായിരുന്നു ഹാഗാർ. സ്വന്തമായ ഒരു അഭിപ്രായം പറയുവാനോ തെറ്റിയൊഴിയുവാനോ സാധിക്കാതിരുന്ന അബ്രഹാമിൻ്റെയും സാറായുടെയും ഇച്ഛയ്ക്ക് തലവണക്കി കൊടുത്തവളാ. ഗർഭം ധരിച്ചതിന് ശേഷം സാറായുടെ മുഖം പണ്ടത്തെ പോലെ അല്ല. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, എന്തെങ്കിലും ഒരാൾക്ക് കൂടെ നിൽക്കുന്നവർക്ക് കൂടുതൽ കിട്ടിയാൽ നമുക്ക് അത്ര ഇങ്ങോട്ട് ദഹിക്കത്തില്ല. സാറാ പറഞ്ഞു, അവിടെ പറയുന്നത് കൊണ്ടാണ് അവളുടെ മുഖം മുൻപിലത്തേതുപോലെ അല്ല. അവൾ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? വേദപുസ്തകം പറയുന്നു, ഹാഗാർ ഓടിപ്പോകുക. പീഡനം സഹിക്കവയ്യാതെ ഹാഗാർ ഓടിപ്പോകുക. അവൾക്ക് സ്വന്തമായി ഓടിപ്പോകാൻ ഒരു ദേശമില്ല, നാഷണാലിറ്റി ഇല്ല. ജെൻഡർ പറഞ്ഞാലും അവളുടെ പ്രൊഫഷൻ പറഞ്ഞാലും ആരും അവളെ ഒട്ട് അംഗീകരിക്കത്തുമില്ല. ലാസ്റ്റ് ഗ്രേഡ് വുമണാ. പക്ഷെ അവൾ ഓടുന്നു, ഒന്നും അറിയാതെ, ദിക്കറിയാതെ അവൾ ഓടുകയാ. സൂര്യനരികിലേക്ക്, ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് അവൾ ഓടി. ഗർഭിണിയായിരുന്ന അവൾ അതുവരെയും ആരെ കണ്ടില്ല? ദൈവത്തെ കണ്ടില്ല. പക്ഷെ ദൈവം ഒരു മനുഷ്യനെയും വെറുതെ വിടില്ല. നമ്മുടെ ധാരണ യഹോവ നമ്മളെ മറന്നു കളഞ്ഞു എന്നാണ്. നമ്മുടെ അന്തരീന്ദ്രങ്ങളെ ശോധന ചെയ്യുന്ന തലമുടി നാഴ് പോലും അവൻ്റെ കയ്യിൽ കണക്കുള്ള ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, നമ്മുടെ കാൽ വഴുതുവാനവൻ എല്ലാ സന്ധ്യാ നമസ്കാരത്തിലും ഇത് ചൊല്ലുന്നത്. പക്ഷേ ഒരു പ്രതിസന്ധി വരുമ്പം ഈ വിശ്വാസം പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധ്യമാകുന്നുണ്ട്? അത് സാധ്യമാകാത്തിടത്തോളം കാലം ഭക്തരെന്നോ ക്രിസ്ത്യാനികളെന്നോ ഓർത്തഡോക്സുകാരെന്നോ പറയാൻ യാതൊരു അധികാരവും നമുക്ക് ഇല്ല. അവിടെയാണ് ഈ സ്ത്രീ ഓടി. പക്ഷെ ദൈവം, അതുകൊണ്ടാണ് പറയുന്നത്, ദ ഹോൾ ഹെവൻ ഇസ് കൺവേഴ്സ് ടു ദിസ് സ്ലേവ് വുമൺ. എല്ലാ സ്വർഗത്തിലെ മുഴുവൻ ദൃഷ്ടിയും ആരിലേക്ക് പതിഞ്ഞു? സ്വർഗത്തോട് ചോദിക്കുക, ഈ അടിമ പെൺകുട്ടി എവിടെയാ? സ്വർഗം പറയും, ഇതാ സൂര്യനരികെ അവൾ നിൽക്കുന്നു. ഹാഗാറിന് മുൻപാകെ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാ. അവിടെ എനിക്ക് ഏറ്റവും രസകരമായും ആശ്ചര്യം തോന്നിയതുമായ ഒരു സംഗതി മറ്റൊന്നല്ല, യഹോവയായ ദൈവം ഹാഗാറിന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവളെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് നല്ലവണ്ണം നിങ്ങൾക്ക് തിരിയാമല്ലോ, അല്ലേ? തിരിയുന്നുണ്ടല്ലോ. എക്കോ കൂടുതലുള്ളത് കൊണ്ട് മനസ്സിലാകാതിരിക്കുന്നില്ലല്ലോ. ഹാഗാറിനെ അഭിസംബോധന ചെയ്യുന്ന ദൂതൻ വിളിക്കുന്നത് മറ്റൊന്നുമല്ല, സാറായുടെ ദാസിയായ ഹാഗാറെ. അവൾക്കൊരു മോചനം അവിടെയില്ല. അവൾ പ്രാർത്ഥിച്ചതും അവൾ ഓടിയതും അവൾ രക്ഷ നേടാൻ ആഗ്രഹിച്ചതും ഒക്കെ ഒരു വിരുദ്ധത തരുന്ന ഒരു ദൈവത്തെക്കുറിച്ചായിരിക്കാം. പക്ഷെ ദൈവം അവളോട് പറഞ്ഞ വാചകം എന്താണെന്നറിയാവോ? അടുത്ത വാചകത്തിൽ പറയുന്നു, നീ നിന്റെ യജമാനത്തിയായ സാറായുടെ അടുക്കലേക്ക് തന്നെ തിരികെ പോകണം. ഇതെന്തൊരു ദൈവമായത്! ഒരു വിടുതലിന് വേണ്ടി ഓടി രക്ഷ തേടി കണ്ണുനീരോടി കൂടി വന്നപ്പം ദൈവം പറയുകയാണ്, നീ തിരികെ നിന്നെ പീഡിപ്പിച്ചവളുടെ അടുക്കലേക്ക് തന്നെ മടങ്ങിപ്പോകണം. പക്ഷെ ഹാഗാർ ദൈവത്തോട് മറുതലിച്ചില്ല. നമ്മളാണെങ്കിൽ അടുത്ത സാറിൻ്റെ അടുക്ക് പ്രാർത്ഥനയ്ക്ക് പോയേനെ. ഇവിടെ അച്ഛൻ തരത്തില്ലെന്ന് പറഞ്ഞാൽ അടുത്ത പള്ളിയാണ് നമ്മുടെ ഓപ്ഷൻ. പക്ഷേ ഹാഗാർ ഓടിയില്ല. അവൾ എന്ത് ചെയ്തു? യഹോവയുടെ ദൂതൻ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. അവൾ തിരികെ യജമാനത്തിയുടെ അടുക്കിലേക്ക് പോയി. കാരണം യഹോവ അവളോട് ഒരു നല്ല വാഗ്ദാനം കൂടെ കൊടുത്തു. വാഗ്ദാനം എന്താ? നീയും ഒരു മകനെ പ്രസവിക്കും. അവൻ കാട്ടുകഴുതയെ പോലെ ശീഘ്രഗാമിയായിരിക്കും.
ആർക്കും അവൻ മെരുങ്ങിക്കൊടുക്കത്തില്ല. ഇവൾ ആരായിരുന്നു? ഒരു അടിമ പെൺകുട്ടിയാണ്. പക്ഷെ അവളോട് പറയുകയാണ്, നിനക്ക് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് ഒരു പുത്രനെ തരും. അവൻ സ്വാതന്ത്ര്യമുള്ള ഒരു ജനതയ്ക്ക് രൂപം കൊടുക്കും. അപ്പൊ നീ ആരെന്നറിയപ്പെടും? സ്വാതന്ത്ര്യമുള്ള ഒരു ജനതയുടെ മാതാവെന്ന് നീ അറിയപ്പെടും. യഹോവയായ ദൈവം ഹാഗാറിന്റെ ജീവിതത്തെക്കുറിച്ച് ഉദ്ദേശിച്ച തീരുമാനം അതായിരുന്നു. ഹാഗാർ അവിടെ അതിന് വിധേയപ്പെടുത്തിക്കൊണ്ടു. പക്ഷെ വീണ്ടും ഹാഗാറിന്റെ ജീവിതത്തിൽ വെള്ളരി പോലെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അബ്രഹാമും യാതൊരു നിഷ്പക്ഷമായ ഒരു തീരുമാനമെടുക്കാതെ അവൻ എന്ത് ചെയ്തു? സാറാ പറഞ്ഞപ്പം, അനിഷ്ടയെന്ന് കണ്ടപ്പം വീണ്ടും ഇറക്കി വിട്ടു. എന്തു കൊടുത്തു? ഒരു തുരുത്തി വെള്ളവും ഒരല്പം ഭക്ഷണവും. അവൾ എവിടേക്ക് പോയി? മരുഭൂമിയിലേക്ക് പോയി. യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് അവളുടെ കയ്യിലെ വെള്ളം തീർന്നു, ഭക്ഷണം തീർന്നു. കൊണ്ടൊരു വാചകം പറയാറുണ്ട്, there is a limit for human generosity. മനുഷ്യന്റെ കരുണയ്ക്കും മനുഷ്യന്റെ സഹതാപത്തിനും എന്തുണ്ട്? പരിധിയുണ്ട്. പക്ഷെ ദൈവത്തിന് യാതൊരു പരിധികളും. അതുകൊണ്ടാണ് മഹാധനികൻ എന്ന് പറയുന്ന അബ്രഹാം തനിക്ക് പറ്റിപ്പോയ ഒരു കഴിപ്പേയായി വന്ന ഹാഗാറിന്റെ ജീവിതത്തിൽ ഇടപെട്ടത് എങ്ങനെയാ? ഒരു തുരുത്തി വെള്ളവും ഒരല്പം ഭക്ഷണവും കൊടുത്താ വിട്ടത്. പക്ഷെ ദൈവം പറഞ്ഞു, ഇതെല്ലാം തീരും, പക്ഷെ നീരാത്ത ഒരു നീരുറവ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ടാണ് അവൾ പ്രതിസന്ധി വലഞ്ഞു പോയപ്പം അവൾ എന്ത് ചെയ്തു? തൻ്റെ കുഞ്ഞിനെ ഒരു മരച്ചുവട്ടിൽ കിടത്തിയിട്ട് അവൾ മാറി പൊട്ടിക്കരഞ്ഞു. കുഞ്ഞിന്റെ നിലവിളി സ്വർഗം തുറന്നു. അവളോട് പറഞ്ഞു, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യഹോവയായ ദൈവം ഹാഗാറിന്റെ കണ്ണ് തുറന്നു. മരുഭൂമിയിൽ അവൾ എന്ത് കണ്ടു എന്നാ പറയുന്നത്? ഒരു നീരുറവ. ഒരു തൊട്ടി വെള്ളമല്ല കൊടുത്തത്, ഒരു കുപ്പി ബിസ്ലറി വാട്ടറും അല്ല കൊടുത്തത്, മറിച്ച് ഒരു നീരുറവ ദൈവം തുറന്നു കൊടുത്തു. നമ്മുടെ വിചാരം മരുഭൂമി, എ പീസ് ഓഫ് ബാരൻ ലാൻഡ്, ഒന്നിനും പ്രയോജനമില്ലാത്ത ഒരു മരുഭൂ എന്ന് പറഞ്ഞാൽ ഒന്നും കിളിർക്കാത്ത, ഉഷ്ണക്കാറ്റടിക്കുന്ന, ധിഖറിയാൻ കഴിയാത്ത ഒരു വലിയ പ്രദേശം. പക്ഷെ മരുഭൂമിയിൽ നീരുറവ തരുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അതിലേക്കും പ്രവേശിച്ചു കൊള്ളണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നുണ്ട്, ഐമനം ജോണിന്റെ ഒരു കഥയുണ്ട്, മരുഭൂമോക്ഷയാത്ര. അതിനകത്തെ കഥാപാത്രമായ പ്രൊഫസർ ദേവദാസും ഭാര്യയും കൂടി ഒരു ഡെസേർട്ട് ക്യാമ്പിന് പോയി. അവരതെല്ലാം പോയി ആസ്വദിച്ചു. രാത്രി അതിനകത്ത് കഴിച്ചു. തിരിച്ച് അവരുടെ ക്യാമ്പ് റെസിഡൻസിൽ നിന്നൊക്കെ തിരിച്ചു പോരാൻ നേരത്ത് അവിടുത്തെ ആ റിസോർട്ടിൻ്റെ അവിടെ റിസപ്ഷൻ എന്ന പയ്യൻ പറഞ്ഞു, താങ്കളുടെ അനുഭവം ഈ ഡയറിയിലൊന്ന് എഴുതി വെച്ചിട്ട് പോകണം. അദ്ദേഹം എഴുതിയ വാചകം മറ്റൊന്നുമല്ല, തിരികെ വരാൻ എനിക്കൊരു സ്ഥലമുണ്ട് എന്നുള്ളിടത്തോളം കാലം മരുഭൂമി എനിക്കൊരു പ്രയാസമേ അല്ല. തിരികെ വരാൻ എനിക്കൊരു സ്ഥലം, ഒരു ഭവനം ഉള്ളിടത്തോളം കാലം മരുഭൂമി എൻ്റെ മുൻപിൽ ഒരു പ്രതിബന്ധമേ അല്ല. പക്ഷേ ഹാഗാർ ഇറങ്ങി പുറപ്പെട്ടത് എങ്ങനെയാ? യാതൊരു പ്രതീക്ഷകളുമില്ലാതെയാ. അബ്രഹാമിന്റെ ഭവനത്തിൽ വെച്ച് ദൈവത്തെ ആര് കണ്ടില്ല? ഹാഗാർ കണ്ടില്ല, പക്ഷെ ദൈവം അവളെ കണ്ടു. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ലീഗൽ ടേം പറയാറുണ്ട്, സുമോ ഓട്ടോ ആക്ഷൻ എന്ന് പറയും. ദൈവം അവളുടെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുകയാ. എന്തിനു വേണ്ടിയിട്ടാ? അവളെ കണ്ടെത്തുന്നതിനും മരുഭൂമിയിൽ അവൾക്ക് വേണ്ടി നീരുറവകളെ തുറന്നു കൊടുക്കുന്നതിനും. ഒരു കഥ ഇപ്രകാരം പറയാറുണ്ട്, ഒരു കുഞ്ഞുകുട്ടി കടലിന്റെ അരികിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക. വലിയൊരു തിര വന്ന് ഈ കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയി. അവിടെ നിന്ന് മനുഷ്യരെല്ലാം അലമുറയിട്ട് കരഞ്ഞു, മാതാപിതാക്കന്മാരൊക്കെ. അതിലൊരല്പം ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ ചാടി കടലിലേക്ക് ചാടി ഈ കുഞ്ഞിനെ രക്ഷിച്ചു. മരണത്തിന്റെ വക്കോളം എത്തിയ കുഞ്ഞിനെ കരയിൽ കൊണ്ടുവന്ന് അവന്റെ ശ്വാസമൊക്കെ സ്ഥിതിയിലാക്കിയിട്ട് അവനെ നേരെ നിർത്തിയപ്പം ഈ കുഞ്ഞ് ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അങ്കിൾ താങ്ക് യു. ആ മനുഷ്യൻ ആ കുഞ്ഞിനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നീ എന്നോട് നന്ദിയൊന്നും പറയണ്ട, പക്ഷേ നീ രക്ഷപ്പെടേണ്ടവനായിരുന്നുവെന്ന് ഇനിയുള്ള നിന്റെ ജീവിതം കൊണ്ട് നീ തെളിയിക്കണം. ഹാഗാറിനോട് ദൈവം പറഞ്ഞത് അത് മാത്രമാ. മരുഭൂമിയിൽ നീരുറവ തരുന്ന ഒരു ദൈവത്തെ നീ കണ്ടില്ലേ? ഇനി നീ നീരുറവിന്റെ അരികെ കുടിലടിച്ച് കടന്നാ പോരാ. ഈ വിശ്വാസം നിന്റെ ജീവിതത്തിൽ തലമുറകളിലേക്ക് ഏറ്റെടുക്കുവാൻ നിനക്ക് സാധ്യമാകണം. എന്നെ കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.